എല്ലാവർക്കും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കോളംസ് ആൻഡ് സ്റ്റഡ്സിൽ വരുന്ന ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് നോക്കാം. നമ്മൾ ഈ ഒരു പ്രോബ്ലം ആയിരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ ഒരു പ്രോബ്ലമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഈ ഒരു പ്രോബ്ലത്തിനെ കുറിച്ചാണ്. നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും നമ്മൾ എങ്ങനെയാണ് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ നോക്കാം. എ 1.75 മീറ്റർ ലോങ് സ്റ്റീം കോളം ഓഫ് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ 120 mm ഇൻറ്റു 100 mm. ഇതിനർത്ഥം 120 mm വിഡ്ത്തും 100 mm ഡെപ്തും ആയിരിക്കും. 1.75 മീറ്റർ ലെങ്ത് ആണ്. അപ്പോൾ മീറ്ററിനെ നമ്മൾ ആക്കുമ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1750 mm കിട്ടും. പിന്നെ വിഡ്ത്ത് ബി 120 mm എഴുതാൻ സാധിക്കും, കാരണം നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡെപ്ത്ത് നമുക്ക് 100 തന്നിട്ടുണ്ട്. ഈസ് റിജിഡലി ഫിക്സഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഹിഞ്ച്ഡ് അറ്റ് അതർ എൻഡ്. ഓക്കെ, അപ്പോൾ ഒരു എൻഡ് ഫിക്സഡും ഒരു എൻഡ് ഹിഞ്ച്ഡും ആണ്. ഓക്കെ, ഡിറ്റർമൈൻ ദ ബക്ലിംഗ് ലോഡ് ഓൺ ദ കോളം യൂസിങ് യൂളേഴ്സ് ഫോർമുല. നമ്മൾ പഠിച്ചിട്ടുള്ള യൂളേഴ്സ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ബക്ലിംഗ് ലോഡ് കാണണം. ടേക്ക് ഇ ഈക്വൽ ടു 200 kN/mm². ഇവിടെ ഇ നമുക്ക് 200 kN/mm² തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ Nm/mm² ആക്കണം. എന്ത് ചെയ്യുക, 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും 200 × 10⁻³ എന്ന് പറയുമ്പോൾ മൊത്തം 2 കഴിഞ്ഞിട്ട് 5 zeros ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ താഴെ കൊടുത്ത പോലെ 2 × 10⁻⁵ Nm/mm² എഴുതാം. രണ്ടും ഒന്ന് തന്നെയാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ബക്ലിംഗ് ലോഡാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, പി അഥവാ ബക്ലിംഗ് ലോഡ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞ പ്രകാരം ക്വസ്റ്റ്യനിലെല്ലാം ഗിവൺ ഡാറ്റസ് നമ്മൾ എഴുതി വെച്ചു. ഇനി പ്രത്യേകിച്ച് വീണ്ടും വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഏകദേശം നമ്മളൊരു ഐഡിയ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ നോക്കാം അല്ലേ. കോളം ഫിക്സഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഹിഞ്ച്ഡ് അറ്റ് അതർ. ഒന്ന് ഫിക്സഡും ആണ്, ഒന്ന് ഹിഞ്ച്ഡും ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ എഴുതിയ പോലെ ഇക്വേഷൻ L ഈക്വൽ ടു അല്ലേ, എഫക്റ്റീവ് ലെങ്ത് ക്യാപിറ്റൽ ലെറ്റർ L ഈക്വൽ ടു സ്മോൾ ലെറ്റർ L /√2 നമുക്ക് ഡയറക്റ്റ് കിട്ടണം അല്ലേ. അത് നമ്മുടെ മനസ്സിൽ വരണം. ഇനി അഥവാ നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ ആ ഒരു ഷോർട്ട് കീവേഡ് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ഷോർട്ട് കീവേഡ് ഒന്ന് എഴുതി നോക്കുക. H അല്ലേ, രണ്ട് എൻഡിലും H, ഇടയിൽ 4 Fകൾ. ഇപ്പോൾ പറയുമ്പോൾ എന്താ പറയുക, കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ പറയുകയാണെങ്കിലും ഇത് എന്താണ്, ഇതൊരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്. നമുക്ക് മറന്നു പോകും, കാരണം നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓർമ്മ ഉണ്ടാവും. പക്ഷേ നമുക്ക് എക്സാം ടൈമിൽ അറിയാമല്ലോ, നമ്മൾ 4 മൊഡ്യൂളും കൂടി പഠിച്ച് കഴിയുമ്പോൾ കുറേ ഇക്വേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ കീവേഡൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് മറന്നുപോയ കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനുള്ള ഒരു ഐഡിയ ആണ് ഇതൊക്കെ. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒറ്റയ്ക്ക് ഇവർ 2 പേര്, വീണ്ടും ഒറ്റയ്ക്ക് ഇവർ 2 പേര് അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ എന്താണ് നമുക്കറിയാം, ഇത് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇത് ബോത്ത് ഹിഞ്ച്ഡ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാണ്, ഫിക്സഡ് അറ്റ് വൺ എൻഡ്. ഫിക്സഡും ഹിഞ്ച്ഡും ആണ് വേണ്ടത് അല്ലേ, ഫിക്സഡും ഹിഞ്ച്ഡും. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, നമ്മളെല്ലാം അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഫിക്സഡും ഹിഞ്ച്ഡും ഏതാണ് വരിക അല്ലേ, ഇതാണ് ഫിക്സഡും ഹിഞ്ച്ഡും വരുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ L എങ്ങനെ വരിക. Lൻ്റെ കേസ് ഇവിടെ L അല്ലേ, ഇവിടെ L, ഇവിടെ 2L, ഇവിടെ L/2, ഇവിടെ L/√2. നമ്മൾ ആ ഒരു ഓർഡറൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 1L 2L, പിന്നെ ഈ 2 നേരെ താഴെ പോകുമ്പോൾ L/2 ആയി, ലാസ്റ്റത്ത് L/√2. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർത്ത് വെച്ചാൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കുന്ന എൻ്റെ ഒരു വിശ്വാസം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ്സ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഈ ഒരു സംഭവം ഓർത്ത് വെച്ചാൽ നമുക്ക് ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണിച്ച പോലെ L ഈക്വൽ ടു L/√2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് L/√2 ചെയ്യുമ്പോൾ നമുക്ക് L നമുക്കറിയാം 1750 mm ആയിരുന്നു. അതേ/√2 ചെയ്യുമ്പോൾ നമുക്ക് 1237.43 mm കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കറിയാം നമ്മുടെ ഇക്വേഷനിൽ π² EI/L² ആണ്. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് L നമ്മൾ കണ്ടെത്തി. പിന്നെ അല്ലേ, നമ്മുടെ ഇവിടെ എഴുതാണെങ്കിൽ π² EI/L² ആണ്. ഇപ്പോൾ ഇക്വേഷനിലെ
ഈ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ തന്നിട്ടുണ്ട് 2 × 10⁵ Nm². എൽ നമുക്ക് കിട്ടി എത്രയാണ് 1237.43 ആണ്. ഇനി നമുക്ക് ഐ കാണണം. അപ്പോൾ ഐ കാണാൻ നമുക്കറിയാം BD³/12. ഓക്കെ, BD³/12. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ കാണാനുള്ള റെക്റ്റാങ്കിൾ സെക്ഷൻ്റെ ഐ കാണാൻ നമ്മൾ എന്ത് ചെയ്യാം, ഐ കാണാനായിട്ട് ഈ കാണുന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. ഐ = BD³/12 ആണ് അല്ലെ. ബി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത്, ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത്ത്. 120 × 100⁻⁴ അല്ലെങ്കിൽ 100³ ആണല്ലേ. ബി 120ഉം ഡി 100 ആണ്. അപ്പോൾ 120 × 100³ /12 ചെയ്യുക. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക 10⁻⁷. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ യൂണിറ്റ് mm⁴ ആണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഐ അറിയാം, എൽ അറിയാം. ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ കാണുന്ന പോലെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഫൈനൽ ആൻസർ നമുക്ക് 12.89 × 10⁶ ന്യൂട്ടൺ ആയിരിക്കും. ഇവിടെ യൂണിറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ടും എന്താണ് നല്ലൊരു ബോധം വേണം, അല്ലെങ്കിൽ ഐഡിയ വേണം. നമ്മളതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ വഴിയെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓരോ യൂണിറ്റുകളും വരും. അപ്പോൾ എപ്പോഴും ഞാൻ പറയുകയാണ്, വീണ്ടും പറയണം, നമ്മൾ ഇതേപോലത്തെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ വെറുതെ വായിച്ച് ഈ ക്ലാസ് കണ്ടുപോയിട്ടൊരു കാര്യം ഉണ്ടായിരിക്കില്ല. നമ്മളത് എഴുതി ഗിവൺ ഡാറ്റാസൊക്കെ എഴുതി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ക്ലാസ് കാണുമ്പോൾ ചിലപ്പോൾ എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും, ക്വസ്റ്റ്യൻ മാത്രം തന്ന് ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഏതെങ്കിലും പോയിന്റ് വെച്ച് നമ്മൾ സ്റ്റോപ്പായി പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ഈ മൊഡ്യൂളിലെ അടുത്തൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. എ സ്ട്രക്റ്റ് 2 മീറ്റർ ലോങ് ഈസ് 50 mm ഇൻ ഡയമീറ്റർ. ഇപ്പോൾ ലെങ്ത്ത് 2 മീറ്ററാണ്, അല്ലെങ്കിൽ നമുക്ക് 2000 mm ആണ്. ഡയമീറ്റർ 50 mm ആണ്. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. വൺ എൻഡ് ഓഫ് ദ സ്ട്രക്റ്റ് ഈസ് ഫിക്സഡ് വൈൽ ദ അതർ എൻഡ് ഈസ് ഹിഞ്ച്ഡ്. അപ്പോൾ ഒരു എൻഡ് ഫിക്സഡും ഒരു എൻഡ് ഹിഞ്ച്ഡും നമ്മൾ അവസാനത്തെ കേസാണ് വരുന്നത്. അതായത് L = L/√2 അല്ലെ, ക്യാപിറ്റൽ ലെറ്റർ L = L/√2 വരുന്ന കേസാണ്. ഇത് നമുക്ക് സംശയമില്ല. ഇനി ഫൈൻഡ് ദ സേഫ് കംപ്രസീവ് ലോഡ് ഫോർ മെമ്പർ യൂസിങ് യൂലേഴ്സ് ഫോർമുല. യൂലേഴ്സ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഉണ്ടാകുന്ന സേഫ് കംപ്രസീവ് ലോഡ് കാണണം. അലൗവിങ് എ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് 3.5. ഇപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ 3.5 നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മളൊക്കെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റിയെക്കുറിച്ചൊക്കെ. അപ്പോൾ FS നമുക്ക് 3.5 ആണ്. ലാസ്റ്റ് പറയുന്നു ടേക്ക് ഇ അല്ലെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 2.1 × 10⁵ Nm². അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് നമ്മുടെ സേഫ് ലോഡ് അഥവാ അവിടെ ഉണ്ടാകുന്ന ആ ക്രിപ്ലിംഗ് ലോഡാണ് നമ്മൾ ഫൈൻഡ് ചെയ്തത്. സാധാരണ നമ്മുടെ π² EI/L² എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലം തന്നെയാണ്. സോ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ പ്രകാരം അല്ലേ, ക്രിപ്ലിംഗ് ലോഡ് അഥവാ π² EI/L² ആണ്. നമുക്കറിയാം L² കാണാനായിട്ട് ഈ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കുക, L/√2 ഉപയോഗിച്ചാൽ മതി. ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ സ്റ്റെപ്പൊന്നും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് L/√2 ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണുന്ന പോലെ നമുക്ക് ആൻസർ കിട്ടും. L 2000 ആണ്, √2 ചെയ്യുക 1414.21 കിട്ടും. ഇത് നമുക്ക് ഇക്വേഷനിലെ അറിയാത്ത കാര്യങ്ങൾ ഈ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ഓക്കെയാണ്. L നമുക്കിപ്പോൾ കിട്ടി. ഞാൻ I കാണണം. അപ്പോൾ I കാണാൻ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ ഇവിടെ ഡയമീറ്റർ പറഞ്ഞില്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അത് സർക്കുലർ സെക്ഷനാണ്. സോ πd⁴/64 ആണ്. ഓക്കെ, πd⁴/, അല്ലേ, ഇക്വേഷൻ ഓർമ്മ ഉണ്ടായിരിക്കും. πd⁴/64 ആണ്. ഇവിടെ ഒരു 4 കൂടെ അഡീഷണൽ വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. πd⁴/64 ആണ്. സോ നമ്മൾ ആ ഇക്വേഷനിലേക്ക് വാല്യൂസ് കൊടുക്കുമ്പോൾ ഡീൻ്റെ സ്ഥാനത്ത് നമ്മൾ 50 കൊടുക്കുക. π × 50⁴/64 ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഇതായി കാണുന്ന പോലെ വാല്യൂ കിട്ടും. mm⁴ ആണ് അല്ലേ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് mm⁴ ആണ്. ഫൈനലി നമുക്ക് നമ്മുടെ ഇക്വേഷൻ π² EI/L² ചെയ്യാം. ഡയറക്റ്റ് ഇനി അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇക്വേഷനിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഫൈനലി നമുക്ക് നമ്മുടെ ക്രിപ്ലിംഗോട് ഇക്വേഷൻ പ്രകാരം ഈ കാണുന്ന വാല്യൂ കിട്ടുന്നതായിരിക്കും 3179559.54. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യമായിരുന്നു, എന്താണ് അലോയിങ് ഫാക്ടർ ഓഫ് സേഫ്റ്റി.
അല്ലേ? ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് 3.5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ വാല്യൂ അല്ലേ, കിട്ടിയ ലോഡ്, അതായത് ക്രിപ്ലിംഗ് ലോഡ് ഈ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, അതേ ഡിവൈഡഡ് ബൈ 3.5 ചെയ്താൽ മതി. ഓക്കെ, ക്രിപ്ലിംഗ് ലോഡ് നമുക്ക് ഈ വാല്യൂ കിട്ടിയിട്ടുണ്ട്, അതേ ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക, ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിട്ടുള്ള 3.5 ചെയ്യുക. ഫൈനൽ ആൻസർ നമുക്ക് ഈ കാണുന്ന സേഫ് ലോഡായിരുന്നു നമുക്ക് 9,10,845.58 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ വളരെ എളുപ്പമുള്ള പ്രോബ്ലമാണ് ഇതൊക്കെ. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്താണ്, നമുക്ക് 7 മാർക്കിനൊക്കെ ചോദിക്കുന്ന പ്രോബ്ലമാണ്, അല്ലെങ്കിൽ 3 മാർക്കിനും ചോദിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിച്ചാലും നമുക്ക് മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ അത്രയും എളുപ്പമുള്ള പ്രോബ്ലമാണ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ ഈ ഒരു കോളംസ് ആൻഡ് സ്ട്രക്റ്റിൽ വരുന്ന പ്രോബ്ലംസ് നമ്മൾ ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യണം. നമുക്കിനി അടുത്ത ടോപ്പിക്ക് പഠിക്കാണ്ടായിരിക്കാം, നമ്മൾ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റാങ്കൈൻസ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ജസ്റ്റ് ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റിയ പ്രോബ്ലമാണ്. ഓക്കെ, അത് ആ ടോപ്പിക്കെല്ലാം നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമ്മൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.